ആനന്ദ്, ഈ കാസർഗോഡ് കേരള സർവകലാശാലയിൽ ഭാരതാംബയും ദേശീയ പതാകയും അപമാനിച്ച സംഭവം ജനം ടിവിയാണ് ആദ്യം പുറത്ത് വിട്ടത്. ഇപ്പോൾ VC ഇൻചാർജായ പ്രൊഫസർ വിൻസെന്റ് മാത്യുവും വിവാദ കുരുക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ല സംഭവം എന്ന് വെച്ചാൽ ഈ SFIയുടെ ദേശവിരുദ്ധതയ്ക്ക് ഈ VC ഇൻചാർജ് വിൻസെന്റ് മാത്യു കൂടെ കൂട്ട് നിൽക്കുന്നു എന്ന് തന്നെയല്ലേ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും രജനി, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രശ്നങ്ങൾ തുടർക്കഥയാവുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രൊഫസർ വിൻസെന്റ് എന്ന് പറയുന്ന അധ്യാപകൻ ഏകദേശം 8 ലക്ഷത്തോളം രൂപ SFIക്ക് അനധികൃതമായി നൽകി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി അവിടെ ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ ആരോപണത്തിന്റെ പിന്നിലെ കഥ ഈ April 5-ന്, അതായത് കഴിഞ്ഞ April 5-ന് യൂണിയന്റെ കാലാവധി, അവിടെ SFIയുടെ യൂണിയനാണ് ഭരിക്കുന്നത്, SFI യൂണിയന്റെ കാലാവധി അവസാനിച്ചിരുന്നു. പക്ഷേ ഈ വരുന്ന, അതായത് ഈ ജൂൺ 26 മുതൽ 29 വരെ കങ്കാമ എന്ന പേരിൽ അവിടെ പരിപാടി കലോത്സവം സംഘടിപ്പിക്കുന്നത് SFI ആണ്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ യൂണിയന് ഇത്തരത്തിൽ കലോത്സവം നടത്താനുള്ള അനുമതി കൊടുക്കുന്നതിന് തന്നെ നേരത്തെ വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 4 ലക്ഷം രൂപ ഇതുവരെ SFIക്ക് നൽകി എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. ഈ പ്രശ്നം രൂക്ഷമായതോടെ തന്നെ അധ്യാപക സംഘടനകൾ, കാസർഗോഡ് കേന്ദ്ര വിദ്യാർത്ഥി അധ്യാപക സംഘടനകളായിട്ടുള്ള ABRSഉം ABVPയും പ്രതിഷേധം ശക്തമാക്കിയും ഈ പ്രൊഫസർ ഇൻചാർജിന്, അതായത് VC ഇൻചാർജിന് പരാതി അടക്കം നൽകുന്ന ഒരു സാഹചര്യവും നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാതികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാൻ ഇൻചാർജ് തയ്യാറായില്ല എന്നാണ് വിദ്യാർത്ഥി സംഘടനകളും അവിടുത്തെ അധ്യാപക സംഘടനകളും ആരോപിക്കുന്നത്. ഈ ഒരു വിഷയം കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഭാരതാംബയെയും അത്തരത്തിൽ ദേശീയതയും പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപമാനിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി പോസ്റ്ററുകൾ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായി ഈ അധ്യാപക സംഘടന അടക്കം രംഗത്ത് വന്നു. ABVP, അതായത് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ABVP അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് തന്നെ സമരങ്ങളും നിരവധി പ്രതിഷേധ പരിപാടികളും അവിടെ സംഘടിപ്പിക്കുകയും ഈ പ്രൊഫസർ ഇൻചാർജിന് പരാതികൾ നൽകുകയും ചെയ്തു. തുടർന്ന് ഈ സമ്മർദ്ദം ശക്തമായതോടെ തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ എന്തായാലും ഈ VC ഇൻചാർജ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രശ്നം അവിടെ അവസാനിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. നമുക്കറിയാം, കാസർഗോഡ് കേന്ദ്രീയ സർവകലാശാല സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അക്കാദമിക രംഗത്തും സ്പോർട്സ് രംഗത്തും എല്ലാം കൃത്യമായിട്ടുള്ള മികവ് പുലർത്തുന്ന ഒരു സംഘടനയാണ്, ഒരു ക്യാമ്പസാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിക്കുന്ന ഒരു ക്യാമ്പസാണ്. അത്തരത്തിൽ ഈ ദേശീയമായിട്ടുള്ള തലത്തിലേക്ക് അല്ലെങ്കിൽ ദേശീയ ബിംബങ്ങളെ കരിവാരി തേക്കുന്ന രീതിയിലേക്കുള്ള ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു മഹത്വത്തെ ഇകഴ്ത്താൻ വേണ്ടി മാത്രമേ സഹായിക്കൂ എന്നാണ് വിദ്യാർത്ഥി സംഘടന പറയുന്നത്. എന്തായാലും ആ പോസ്റ്ററുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനയുടെയും ABRS എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെയും പരാതി തുറന്നു തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അവിടെ മറ്റു പ്രശ്നങ്ങൾ, അതായത് ഈ യൂണിയന്റെ കാലാവധി കഴിഞ്ഞിട്ടടക്കം ഇത്തരത്തിൽ യൂണിയന് കലോത്സവം നടത്താൻ വേണ്ടി അനുമതി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള VC ഇൻചാർജിന്റെ നടപടികൾക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധം ശക്തമാവുന്നത്. എന്തായാലും SFIയുടെ ധാർഷ്ട്യം കേരളത്തിലെ കലാലയങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാരതാംബയെ അവരെ അപമാനിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ അധ്യാപകർ കൂടെ കൂട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു സൈഡ് കൂടി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ SFI ഇത്തരത്തിൽ അധ്യാപകരെ കൂടെ ഈ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു, അവരെ പൂട്ടിയിടുന്ന സംഭവങ്ങൾ വരെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അധ്യാപകർക്കും അവരുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമകരമായ കാര്യം കേരളത്തിലെ കലാലയങ്ങൾ നടക്കുന്നത്.